Can I use your camera? എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നില്ല. ഇല്ല.
Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning. Okay. Time ആയിട്ട് പോയിട്ട് വിചാരിച്ചല്ലേ ക്ലാസ് തുടങ്ങാതെ. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ എറർ വന്നേ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ കയറിയ ക്ലാസ്സില്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നല്ലൊരു ദിവസം. എന്താ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളൊന്നൊരു പുതിയൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു. അത്യാവശ്യം കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ, ചിലവർക്കെങ്കിലും, എല്ലാവർക്കും ഇല്ല എങ്കിലും അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 29 ലേബർ റൂം ആണ്. ഓക്കെ, ലേബർ റൂം അല്ലെ, നമുക്ക് കുറച്ച് പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും ആണോ? Yes. Yes, ma'am. Yes. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു സ്റ്റുഡൻസിന്റെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു ബോയ്സ് ഉണ്ട്, എങ്കിലും ഭൂരിഭാഗം ഗേൾസ് ആണ്. അതില് കുറെ എന്താ പറയാ അമ്മമാരുണ്ടാവും അല്ലെ, കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇത് എന്താ പറയാ ഒരു പരിചിതമായിട്ടുള്ള ഒരു ഏരിയയാണ് ലേബർ റൂം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കൂടുതലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എങ്കിലും നമുക്കിന്ന് നമ്മളൊരു ടോട്ടൽ ആയിട്ട് ലേബർ റൂമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പോ നിങ്ങളുടെ അറിവില് ലേബർ റൂം എന്ന് പറയുമ്പോ എന്താണ് അവിടെ ലേബർ റൂമിൽ നമ്മൾ കാണുന്നത്? ഓക്കെ, പറയാം. ആരെങ്കിലും ഒരാളെന്ന് പറയാമോ? മീൻസ് ലേബർ റൂമിൽ ഒരു വാർഡുണ്ട്. ലേബർ റൂമിന്റെ ഉള്ളില് ഒരു വാർഡുണ്ട്. അവിടെ ഒരുപാട് ഇരുമ്പിന്റെ ഒക്കെ കട്ടില് പോലത്തെ കട്ടിലുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികളുടെ മിടിപ്പ് നോക്കാനുള്ള കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഏത് പേഷ്യൻസിനാണ് മീൻസ് കൂടുതലായിട്ടും ആരാണ് അവിടെ? അത് നോർമൽ ഡെലിവറി ഉള്ള ഡെലിവറി പേഷ്യൻസ് ആണ് അല്ലെ? നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല. ഡെലിവറിക്ക് മുന്നായിട്ട് നമ്മൾ അതിനുള്ളൊരു എന്താ പറയാ മുന്നൊരുക്കങ്ങളായിട്ട് എടുക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. ചിലപ്പോ അവിടെ നോർമലും ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാലും നമുക്ക് സിസേറിയനും ആകും അല്ലെ? ഓക്കെ, പിന്നെ ലേബർ റൂമിന്റെ അതിന്റെ റൂമിലേക്ക് പോയാല് അവിടെ സ്ട്രക്ചർ ടൈപ്പില് ഒരു കട്ടിലുണ്ടായിരിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭാഗം എന്താ പറയാ കുഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ടൈപ്പ് കട്ടില് ഉണ്ടായിരിക്കും. പിന്നെ സ്മെല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ വായിപ്പിച്ചതാണ്. കാരണം കൂടുതൽ എനിക്കറിയാം, കൂടുതൽ ബോയ്സ് ഉണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസിൽ, അതുപോലെ തന്നെ ഗേൾസ് ആണ് കൂടുതലും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളെ കൂടുതലും കുറിച്ച് പറയിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത്. നമുക്ക് കാണാത്തവർക്ക് പോയി കാണാൻ പറ്റാത്തൊരു ഏരിയയാണ് അല്ലെ? അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓടിപ്പോയിട്ട് അങ്ങനെ കയറാനായിട്ട് സമ്മതിക്കും ഒരു ഹോസ്പിറ്റലിലെ ലേബർ റൂമിലേക്കൊക്കെ? അങ്ങനെ സമ്മതിക്കോ? ഇല്ല അല്ലെ? എന്നുവെച്ചാൽ അങ്ങനത്തെ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ പോയി കാണാനോ അങ്ങനെ ഒന്നും സാധിക്കില്ല. പിന്നെ നമുക്ക് ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ കയറാൻ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് ലേബർ റൂമിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ ലേബർ റൂമിന്റെ. നോക്കാം. Obstetrics and gynecology service are practiced in almost all of the hospital where obstetrics deals with the process of childbirth. എന്താണ് obstetrics എന്ന് വെച്ചാല്? Obstetrics means അതായത് ഡെലിവറി മീൻസ് പ്രസവ ചികിത്സ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. ഒബ്സ്ട്രിക്സ് എന്ന് വെച്ചാല് പ്രസവ ചികിത്സ അല്ലെ? കൂടുതലായിട്ടും ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിനെ സജ്ജമാക്കുന്ന ഒരു റൂമാണ് ലേബർ റൂം എന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെ? അവിടെ മെൻസിനൊന്നും പ്രവേശനമില്ല. മീൻസ് അവിടെ നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാർഡാണ്. ഓക്കെ,
അപ്പൊ ഒബ്സ്ട്രിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവ ചികിത്സ എന്ന് എഴുതി വെച്ചോളൂ. അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. ദെൻ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനിക് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വാർക്കാണ് സ്പെഷ്യല്. ഗൈനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈനക്കോളജി. ഗൈനക്കോളജിയിൽ കാണുന്നത് ആരാണ്? എന്താ ഗൈനക്കോളജി? അതായത് സ്ത്രീ രോഗങ്ങൾ, സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ കേസസുകളും, അതായത് ഫീമെയിലിന്റെ എല്ലാ കേസസുകളുമാണ് ഗൈനക്കില് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സർവീസ് ആർ പ്രാക്ടീസ്ഡ് ഇൻ most all hospitals where obstetrics deals with the process of childbirth. അല്ലെ, അപ്പൊ ഒരു പ്രസവ ചികിത്സയും അതുപോലെ തന്നെ ഈ ഗൈനക്കോളജിയും എല്ലാ ഹോസ്പിറ്റലിലും അപേക്ഷിച്ച് ചെയ്യുന്ന ഒരു എന്താണ് ഈ സേവനങ്ങൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഡീൽ ചെയ്യുന്നത്, അതായത് പ്രസവ ചികിത്സ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത് അല്ലെ, ഒരു കുഞ്ഞിന്റെ ജനനത്തെയാണ് നമ്മൾ ആ ഒരു പ്രസവ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞിന്റെ ജനനമാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രസവ ചികിത്സയും അതുപോലെ തന്നെ ഗൈനക് സേവനങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ്. ഒബ്സ്റ്റക്കിൾസ് ഡീൽ ചെയ്തിരിക്കുന്നത് ചൈൽഡ് ബർത്തിനെയാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? ജസ്റ്റ് നമ്മൾ കോമൺ പറയുന്ന ഒരു കാര്യം തന്നെയാ. ഓക്കെ, ലേബർ റൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, എന്താ? നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അതായത് പ്രസവത്തിന് മുന്നായിട്ട് അതിന് കൂടെ നമ്മൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. അതായത് അവിടെ വേറെ ആർക്കും പ്രവേശനമൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പറഞ്ഞത് ഈ പ്രസവ ചികിത്സയും അങ്ങനെയുള്ളൊരു എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണെന്ന്. അതായത് ഒരു ഗൈനക് വിഭാഗവും ഗൈനക്കിന്റെ സേവനവും ഈ ഒബ്സ്റ്റക്കിൾസ് ഡെലിവറി സേവനങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ്. ഒബ്സ്റ്റക്കിൾസ് ഈ പ്രസവ ചികിത്സ ഡീൽ ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ചൈൽഡ് ബർത്തിനെയാണ് അല്ലെ, കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പറഞ്ഞിട്ടുള്ളൂ. ടെൻഷൻ ഒന്നും ആവേണ്ട, പയ്യെ പഠിച്ചു പോവാം. നെക്സ്റ്റ് നോക്കാം. നോട്ട് ഏബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ് ആർ. ഇനി മെറ്റേണിറ്റി വാർഡില അധികം പ്രവർത്തനം അല്ലാത്തൊരു ഏരിയകളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രവർത്തനം അല്ലാത്തെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതും മറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. നോക്കാം. റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. നോക്കാം. റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുന്ന ഒരു ഏരിയ, നമ്മള് തുടക്കത്തിലെ ആ ഒരു കൊണ്ടുവരുന്ന ഏരിയ, ആ വരുന്ന ഒരു ഏരിയ. എക്സാമിനേഷൻ ഏരിയ, എക്സാമിനേഷൻ ഏരിയയിലാണ് നമ്മൾ പറഞ്ഞ ഈ ഇതൊക്കെയാണ്. ഇപ്പൊ വല്ല ടെസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മളുടെ BP ഒക്കെ വന്ന് നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ. പ്രീ ഡെലിവറി ഏരിയ, പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറിക്ക് ശേഷമാണോ മുന്നാണോ? പ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെലിവറിക്ക് മുന്നാണോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടാണോ? ഡെലിവറിക്ക് മുന്നുള്ള ഒരു റൂം. മീൻസ് നമ്മളൊന്ന് അത്യാവശ്യം ഈ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ ഹാർട്ട് ബീറ്റ്സ് ഇടക്കിടക്ക് അവർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഈ BP മറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഡെലിവറി, ലേബർ റൂം അല്ലെ, ഡെലിവറി നടക്കുന്ന ആ ഒരു റൂം, ലേബർ റൂമുകൾ. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം, അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ വേറൊരു റൂമിലേക്ക് കൊണ്ടത് കിടക്കും ഈ പേഷ്യൻസിനാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിനെയും ഒപ്പം കിടത്തും. അതുപോലെ തന്നെ കുറച്ച് ഒബ്സർവേഷൻ, ഡെലിവറി കഴിഞ്ഞ അപ്പൊ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? പേഷ്യൻസിനെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ, എക്സ്പീരിയൻസിലുള്ള ആളുകൾ പറയൂ. ഇല്ല അല്ലെ, നമ്മളൊരു ഒബ്സർവേഷൻ റൂമിൽ ഇത്ര മണിക്കൂർ കിടത്തിക്കൊണ്ടാണ് ശേഷം ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇതാണ് ആ ഒരു മെറ്റേണിറ്റി വാർഡിലെ ഏരിയകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയ, ജസ്റ്റ് ആ പേര് മാത്രം നോക്കിയാൽ മതി, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കില്ല. എന്താണോ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി റൂം, പോസ്റ്റ് ഡെലിവറി റൂം. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? വലിയ റിസ്ക് ആണെന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എളുപ്പമാണ്. നമുക്ക് പയ്യെ പഠിച്ചിട്ട് നെക്സ്റ്റിലോട്ട് പോയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ലേബർ റൂമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം.
The labor room also named as birthing unit in the hospital. Important ആണ് കേട്ടോ. Labor room also named as birthing room എന്നും കൂടി birthing unit എന്നും കൂടി നമ്മൾ ലേബർ റൂമിനെ അറിയപ്പെടുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നതാണ് നമ്മൾ അല്ലെ. പുതിയൊരു അറിവാണോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ birthing room എന്ന് പറയുന്നത്? ഓക്കെ, കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തേക്കണേ. കോപ്പി ഉണ്ടോ കയ്യിൽ? എല്ലാവരുടെയും കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത ദിവസം കോപ്പി എടുത്ത് കയ്യിൽ പിടിക്കണം കേട്ടോ. ഓക്കെ, പുതിയ അറിവാണ് അല്ലെ, പുതിയ അറിവാണ് ഒത്തിരി പേർക്ക്. അപ്പൊ ഇനി അത് അറിവ് മറക്കരുതും. അറിവ് ഇന്ന് തന്നെ മൈൻഡിലേക്ക് കയറുക. എന്താണ് ലേബർ റൂമിൽ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ബർത്തിങ് യൂണിറ്റ് ഇൻ ഹോസ്പിറ്റൽ വേർ ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ് അല്ലെ. അവിടെയാണ് ചൈൽഡ് ബർത്തുകൾ നടക്കുന്നത് അല്ലെ, ശിശു ജനനങ്ങള്, കുട്ടികൾ ജനനങ്ങള് നടക്കുന്നത്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെർസാറ്റിൽ എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന റൂമുകളാണ് റൂം ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. വൈവിധ്യമാർന്ന റൂമുകളാണ്. സാധാരണ ഒരു നോർമൽ റൂമിനെ അപേക്ഷിച്ച് ലേബർ റൂം വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മളോട് ഒരാൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്, പ്രത്യേക തരത്തിലുള്ള ബെഡുകളുണ്ട്, കട്ടിലുണ്ട് അല്ലെ. അപ്പോ വൈവിധ്യമാർന്ന ഹോസ്പിറ്റലിലെ വൈവിധ്യമാർന്ന ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. Which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for mothers and infants അല്ലെ. അതായത് അവിടെ എന്താണ് സ്പെഷ്യൽ ഫെസിലിറ്റീസുകൾ ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ കൊടുക്കുന്ന സ്പെഷ്യൽ ഫെസിലിറ്റികള്? സേഫ് പ്രീനേറ്റൽ കെയർ, അതായത് പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസിക്ക് കൂടുതൽ കെയറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പ്രീനേറ്റൽ പ്രഗ്നൻസിക്ക് അതായത് പ്രസവത്തിന് മുന്നുള്ള കെയറുകള്. ഡെലിവറി അല്ലെ, ഡെലിവറി നടക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ കെയർ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെലിവറിക്ക് ശേഷമുള്ള കെയറുകൾ. അതായത് ഇപ്പോ മദേഴ്സിനും കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയറുകൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ചിലപ്പോ ഇങ്ങനെ മഞ്ഞപ്പൊക്കെ എന്നൊക്കെ പറയും ഇല്ലേ. മഞ്ഞപ്പൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുഞ്ഞിനെ വേറൊരു റൂമിലേക്ക് മാറ്റും ഇല്ലേ. വേറൊരു മീൻസ് ആ ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സംഭവത്തിലോട്ട് കിടത്തും ഇല്ലേ. ആണോ? പരിചയമില്ലെങ്കിലും കേട്ടറിവില്ലേ നിങ്ങൾക്ക് അങ്ങനെ? ഓക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫൻസിനും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പോസ്റ്റ്നേറ്റൽ കെയറുകളും അവിടെ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, then a pregnant woman will go to the delivery room when she is in active phase of labor അല്ലെ. അതായത് എന്താ പറയുന്നത്, ഒരു ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ, പ്രസവത്തിന്റെ ഒരു സജീവമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഈ ലേബർ റൂമിൽ കിടത്തി കഴിഞ്ഞ് പെട്ടെന്ന് പെയിനോ അങ്ങനെ മറ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും? ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആ ഒരു പേഷ്യന്റിനെ. ദിസ് യൂണിറ്റ് ഈസ് ഡിവൈസ്ഡ് ടു ഹാൻഡിൽ എ ബർത്ത് ഫോർ വുമൺ, മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഈ ഡെലിവറി റൂം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് എന്തിനു വേണ്ടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ബർത്ത് ഫോർ എ വുമൺ, ഒരു സ്ത്രീയുടെ ഒരു പ്രസവ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള സർജറീസ് ഒക്കെ അല്ലെ. അതുപോലെ ഇപ്പൊ വന്ധ്യതാ ചികിത്സയോ അങ്ങനെ മറ്റ് എന്തെങ്കിലും അങ്ങനെ സ്ത്രീ സംബന്ധമായിട്ടുള്ള സർജറികൾ ദെൻ ഈ ഡെലിവറി കേസസുകളൊക്കെയാണ് ഈ ഡെലിവറി റൂമിൽ നടക്കുന്നത്. ഓക്കെ, എന്താണ് മീൻസ് ഒരു ലേബർ റൂം എന്നാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ലേബർ റൂം എന്ന് പറയുന്നത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ബർത്തിങ് യൂണിറ്റ് എന്നാണ്. ഓക്കെ, ദെൻ അവിടെ കൂടുതൽ നടക്കുന്നത് എന്താണ്? ചൈൽഡ് ബർത്ത് ആണ്. അതായത് ജനനം, കുഞ്ഞുങ്ങളുടെ ജനനമാണ് നടക്കുന്നത്. ഇത് ഒരു ഹോസ്പിറ്റലിലെ വൈവിധ്യമാർന്ന ഒരു റൂമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, പ്രത്യേക തരത്തിലുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിനാൽ അതൊരു വൈവിധ്യമാർന്നിട്ടുള്ള ഒരു റൂമാണ്. ദെൻ അവിടെ നമ്മൾ സ്പെഷ്യൽ കെയറുകൾ കൊടുക്കുന്നത് പ്രീനേറ്റൽ കെയർ, അതായത് പ്രസവത്തിന് മുന്നേ വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ ഡെലിവറിയും ഇമ്മീഡിയറ്റ് പോസ്റ്റൽ നെറ്റൽ കെയർ, ഇനി പ്രസവത്തിന് ശേഷം അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള കെയറുകളും അവിടെ നമുക്ക് നൽകുന്നു. ദെൻ ഒരു പ്രഗ്നന്റ് വുമണിന് ആ ഒരു പെയിൻ വരുന്ന വരെയുള്ള ഒരു സാഹചര്യത്തിൽ ആളെ ലേബർ റൂമിലായിരിക്കും. ദെൻ പെട്ടെന്ന് പെയിൻ ഒക്കെ വരികയാണെങ്കിൽ ആളെ നമ്മൾ ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ അവിടെ പ്രത്യേകമായിട്ട് ഡെലിവറി റൂമിൽ ചെയ്യുന്നത് ഈ എന്താണ് വുമണിന്റെ ബർത്ത് അല്ലെ, അതായത് സ്ത്രീകളുടെ ആ ഒരു പ്രസവത്തിന്റെ ആ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ എന്താ മൈനർ സർജറീസ്, മറ്റ് സ്ത്രീ സംബന്ധമായിട്ടുള്ള സർജറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡെലിവറി റൂമിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. The labor, delivery,
റിക്കവറി റൂം, LDR, ലേബർ ഡെലിവറി റിക്കവറി. കേട്ടോ, ലേബർ ഡെലിവറി റിക്കവറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. LDR അടയാളപ്പെടുത്തിക്കോളൂ, ഇമ്പോർട്ടന്റ് ആണ് LDR. Okay. The Labor Delivery Recovery Room, LDR, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. അല്ലെ, അതായത് എന്താണ്, ഒരു എല്ലാത്തരം പരമാവധി കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സയാണ് ലേബർ റൂമിൽ നൽകുന്നത്. ഓക്കെ. Then in certain healthcare institutions, LDR, also known as LDRP suites, അല്ലെ, അതായത് ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ LDR അറിയപ്പെടുന്നത്, അതായത് ഈ ലേബർ ഡെലിവറി റിക്കവറി റൂം അറിയപ്പെടുന്നത് LDRP എന്നും കൂടി അറിയപ്പെടുന്നു. LDRP അതായത് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം എന്നും കൂടി ചില ഹോസ്പിറ്റലുകളിൽ അറിയപ്പെടുന്നു. ഓൾമോസ്റ്റ് LDR എന്നാണ് ഈ ലേബർ റൂമിൽ അറിയപ്പെടുന്നത്. പക്ഷെ ചില ഹോസ്പിറ്റലുകളിൽ LDRP എന്നും കൂടി അറിയപ്പെടുന്നു. ഓക്കെ, LDR എന്ന് വെച്ചാൽ എന്താ? ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ. Then LDRP എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, കഴിഞ്ഞിട്ടുള്ള, അതായത് ചില ഹോസ്പിറ്റലിൽ LDR എന്നും അറിയപ്പെടും, ചില ഹോസ്പിറ്റലുകളിൽ LDRP എന്നും അറിയപ്പെടുന്നു. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. LDR എന്താണെന്നത് പഠിച്ചു വെക്കണേ, എക്സാമിന് ചോദിക്കും. പിയും കൂടി പഠിക്കണം കേട്ടോ. LDR LDRP ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ LDRP എന്നും അറിയപ്പെടുന്നു. It is one of the particular of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, and consumable and availability of well-trained human resources. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ ഒരു പ്രസവ ചികിത്സാ ഡിപ്പാർട്ട്മെന്റില് റിക്വയർഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഒത്തിരി ഉണ്ട് അല്ലെ, അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമ്മൾ പറഞ്ഞു അവിടെ എന്തൊക്കെയുണ്ട്? പ്രത്യേക തരത്തിലുള്ള കട്ടിലുകൾ, മറ്റുമുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ, ഇപ്പൊ ഉപകരണങ്ങളുണ്ട്, മറ്റേ നമ്മുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് നോക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതുപോലെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഈ ഒരു ലേബർ റൂമിൽ അവൈലബിൾ ആണ്. സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, അത് പ്രോപ്പർ ആയിട്ട് ഓരോ എക്യുപ്മെന്റും സപ്ലൈ ചെയ്യുന്നുണ്ട്. കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ എന്താണ്? വസ്തുക്കളുടെ ലഭ്യതയും ക്ലിനിക്കൽ സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. മീൻസ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും മറ്റും ഈ എക്യുപ്മെന്റ്സിന്റെ ഒപ്പം തന്നെ അവിടെ അവൈലബിൾ ആണ് അല്ലെ. അവര് സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ഈ ഒരു ലേബർ റൂമിലും അങ്ങനെ നിൽക്കുന്നത് അല്ലെ. അവർ സെപ്പറേറ്റ് ആയിട്ട് അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ലേബർ റൂമിൽ നിൽക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ കേട്ടോ. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് LDR LDRP ഒന്ന് പഠിക്കണം. ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേര് ബർത്തിങ് യൂണിറ്റ് എന്നാണ്. ഓക്കെ, അത് മാത്രം നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ പഠിക്കാനുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. അത്രയും ഭാഗം ഒന്ന് വായിക്കാം. ഇൻട്രൊഡക്ഷനും നമ്മളിപ്പോ വായിച്ചില്ലേ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അവിടെ വരെ വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ പറയില്ലേ. അതായത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പൊ ബെഡ്, അങ്ങനെയുള്ള ഇപ്പൊ കട്ടിലുകള്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ.
LDRP തന്നിട്ടുണ്ടല്ലോ. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം കണ്ടോ. അണ്ടർലൈൻ ചെയ്യാനോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകം പഠിക്കാനുള്ളതാണ്. അണ്ടർലൈൻ ചെയ്യാം. മെറ്റേണിറ്റി എന്താ? മാതൃത്വം അല്ലെങ്കിൽ എന്താ ഡെലിവറി പ്രസവം എന്നൊക്കെ പറയില്ലേ, മാതൃത്വം. മെറ്റേണിറ്റി മാതൃത്വം എന്നാണ് പ്രോപ്പർ ടൈം കേട്ടോ. വായിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ ആ ടേമുകളൊന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഓട്ടോമാറ്റിക്കൽ ടേമുകളെ ബർത്തിങ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ LDRും LDRP പഠിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാനോ? നമ്മള് ഒരു ലേബർ റൂം എന്താണെന്ന് കണ്ടു. ദെൻ ലൊക്കേഷൻ, എവിടെയാണ് ഒരു ലേബർ റൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. This section should be located in convenient but isolated area. The labor room through remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. അല്ലെ, നമുക്കറിയാം ഈ ഒരു ലേബർ റൂം സെക്ഷൻ എവിടെയായിരിക്കും? ലേബർ റൂം സെക്ഷൻ ഒരു ഹോസ്പിറ്റലില് നിങ്ങൾ കണ്ടിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ലേബർ റൂമിന്റെ സെക്ഷൻ എവിടെയായിരിക്കും? എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ആയിരിക്കാം. ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. പല ഹോസ്പിറ്റലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. പക്ഷെ അതൊരു ഒറ്റപ്പെട്ട ഒരു ഏരിയ പോലെ ആയിരിക്കും അല്ലെ. കോമൺ ആയിട്ട് ഭയങ്കര ക്രൗഡും പബ്ലിക് അങ്ങനെ ഇരിക്കുന്നോടത്ത് അങ്ങനെ ആയിരിക്കില്ലല്ലോ. കുറച്ച് ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കില്ലേ ഈ ഓപ്പറേഷൻ തിയേറ്ററും ഇങ്ങനെയൊക്കെ അല്ലെ. ഒരു ഭയങ്കര എന്താ പറയാ മീൻസ് ഇതുപോലത്തെ ഒരു ഏരിയ ആയിരിക്കും ഈ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂം ഒക്കെ അല്ലെ. അതായത് ഒരു ഒറ്റപ്പെട്ട കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കുട്ടികളുടെ വാർഡിന്റെ ഓക്കെ. അത് ഓരോ ഹോസ്പിറ്റലിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് ഫ്ലോറിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഏരിയ പോലെയല്ലേ കിടക്കുന്നത് അല്ലെ. അതായത് അവിടെ അധികം ക്രൗഡും മറ്റും അങ്ങനൊന്നും ഇല്ല, അതൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല അല്ലെ. ഒരു മീൻസ് ഒരു ഒറ്റപ്പെട്ട ഇതുപോലെ ആയിരിക്കും കിടക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് നമ്മളിത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കും, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും. Then the labor room remote must be reachable from the entrance of department അല്ലെ. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തായിരിക്കണം ഇങ്ങനെ ഒരു സ്ഥിതി ചെയ്തത്. പിന്നെന്താണ് അതായത് രോഗികൾക്കൊരു അവർക്കൊരു പ്രൈവസി ഉണ്ട് അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്. അധികം പേഷ്യൻസും മറ്റു കാര്യങ്ങളൊന്നും ആ ഏരിയയിൽ ഉണ്ടാവില്ല. ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പേഷ്യൻസിന് ഒരു പ്രൈവസി വേണം അല്ലെ. അപ്പൊ ഒരു പേഷ്യൻസിന് അവരുടെ ഒരു പ്രൈവസി എന്ന് വെച്ചാൽ എന്താണ്? സ്വകാര്യത മീൻസ് ഭയങ്കര ക്രൗഡും ഒക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ അറിയാലോ അങ്ങനെ ഒരു മാക്സിമം ആ ഒരു സിറ്റുവേഷൻ ആണത്.
സോ ആ ഒരു പ്രൈവറ്റ് ആയിട്ട് എന്താ ഒരു പ്രൈവസി വേണം. അപ്പോ പേഷ്യൻസിന് ഒരു പ്രൈവസി നൽകിക്കൊണ്ട് എന്താണ് പിന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ എൻവൻസ് മറ്റു വേറെ ആർക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് എൻവൻസ് അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ ഉള്ള ഒരു നേഴ്സും നമ്മൾ കിടക്കുന്ന പേഷ്യൻസും മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തുനിന്ന് അങ്ങനെ ആരും അവിടെ അലൗഡ് അല്ല. അപ്പോൾ ലേബർ റൂമില് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രവേശനം എൻട്രൻസിൽ നിന്നും കുറച്ച് എന്താണ് റീച്ചബിൾ ഇത്തിരി ദൂരെ ആയിരിക്കും അല്ലെ. എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ലേബർ റൂം എന്നത് ആണോ, ഗ്രാമങ്ങളിലായിരിക്കും, പക്ഷെ അത്ര അടുത്തൊന്നും ആയിരിക്കില്ല, കുറച്ച് വിദൂരമായിട്ട് തന്നെ ആയിരിക്കും. അതാ പറയുന്നത് റീച്ചബിൾ ഫ്രം എൻട്രൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ എൻട്രൻസിൽ കുറച്ച് വിദൂരത്തായിരിക്കും, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന് കുറച്ച് പ്രൈവസി ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുപോലെ മറ്റ് ആർക്കും അവിടെ എന്താണ് മീൻസ് വേറെ ആർക്കും പുറത്തുനിന്ന് ഈ ഒരു റൂമിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. Then it should be not far from the OT and surgical unit while facilitating the movement of patient avoiding cross pollution. അല്ലെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോ രോഗികളുടെ സഞ്ചാരം മീൻസ് ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് പേഷ്യൻസ്. അതായത് എന്തിനാണ് ഇങ്ങനെ പേഷ്യൻസിന് അധികം അകത്തോട്ട് കയറ്റി വിടാത്തത് മറ്റ് ആളുകളൊന്നും. അവോയ്ഡിങ് ക്രോസ് പൊല്യൂഷൻ, അതായത് ആളുകൾ അകത്തേക്ക് കയറുമ്പോൾ ക്രോസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഇല്ല, ഇപ്പൊ ഒരു വേറൊരാൾ അകത്തോട്ട് കയറി ആൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളാണ്, ചിലപ്പോൾ പനിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ ആ ഒരു ഇൻഫെക്ഷൻ അകത്ത് കയറുമ്പോൾ ഇപ്പൊ വായുടെയും നമ്മൾ അറിയാൻ അവിടെ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ടാവും ഇല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റു എന്താണ് ഇപ്പൊ ലേബർ റൂമിലൊക്കെ പേഷ്യന്റും അങ്ങനത്തെ സോറി നേഴ്സ് ഡോക്ടറൊക്കെ വലിയ മാസ്ക് ഒക്കെ ധരിച്ചായിരിക്കില്ലേ നിൽക്കുന്നത്. ആണോ ആണോ അല്ലേ? ആരും പറയില്ലല്ലോ. എസ് അല്ലെ. അതെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനാണ്. ഇപ്പൊ ഈ ക്രോസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഫെക്ഷൻസ് മറ്റും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കൊക്കെ വരില്ലേ. അപ്പൊ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മറ്റൊരാളുകൾ അകത്തേക്ക് കയറ്റില്ല, അങ്ങനെ മൂവ്മെന്റ്സും കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല, വേറെ ഒരാള് പുറത്തേക്ക് വരാൻ അകത്തേക്ക് അങ്ങനെ അനുമതിയുമല്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത് OT. OT എന്ന് വെച്ചാൽ എന്താണ്? OT മനസ്സിലായോ? എന്താ OT? ഓപ്പറേഷൻ തിയേറ്റർ. OT ഓപ്പറേഷൻ തിയേറ്റർ. അത് എളുപ്പമായിട്ട് പറയാനത് ഓപ്പറേഷൻ തിയേറ്ററിന്റെയും അതുപോലെ തന്നെ സർജിക്കൽ യൂണിറ്റിന്റെയും വലിയ ദൂരത്തായിരിക്കരുത്. കാരണം എന്താണ്, ഇതുപോലെ ലേബർ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ, ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ പേഷ്യൻസിനും നോർമൽ ഡെലിവറി നടക്കണം എന്നില്ല. ചിലപ്പോ ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാണുകയാണെങ്കിൽ ചിലപ്പോ അറ്റ് ആ ടൈമിൽ തന്നെ എന്താ ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ട് വരും. സോ ഓപ്പറേഷൻ തിയേറ്ററും ഇതിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും. പക്ഷെ എൻട്രൻസിൽ നിന്ന് വലിയ ദൂരത്തൊന്നും ആയിരിക്കില്ല, തൊട്ടടുത്തായിരിക്കില്ല. എൻട്രൻസിൽ നിന്നും അത്യാവശ്യം പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ആയിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിട്ടൊക്കെ ആയിരിക്കും ഈ അവിടെ മറ്റു പേഷ്യൻസിനോ അല്ലെങ്കിൽ വേറെ ആർക്കും അവിടെ അലൗഡ് അല്ല. കാരണം ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എന്താ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റ് ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആയിപ്പോ? ഓക്കെ, ഇടയ്ക്ക് വോയിസസ് ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ലൊക്കേഷൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ നെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡിസൈൻ നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഒരു ലേബർ റൂം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സ്റ്റക്ക് ആവണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതിന് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോ നമുക്ക് ഡിസൈൻ നോക്കാം. ലേബർ റൂംസ് മസ്റ്റ് ബി ഇനഫ് സൈസ് വിത്ത് ലാർജ് ഡോർസ് അലൗവിംഗ് പാസേജ് ഓഫ് ദ ബെഡ് ഓർ സ്ട്രക്ചർ വിത്ത് അറ്റൻഡൻസ്. എന്താണ് പറയുന്നത്? ലേബർ റൂം എന്ന് പറഞ്ഞാൽ പൊതുവെ ചെറിയ റൂം ആയിരിക്കോ അല്ലെങ്കിൽ വലിയ റൂം ആയിരിക്കോ? എങ്ങനെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ലേബർ റൂം എന്ന് പറഞ്ഞാല്? വളരെ ചെറിയ റൂം പോലെയാണോ അല്ലെങ്കിൽ മീൻസ് മറ്റേ എന്താ പറയാ ഡോർമെറ്ററി പോലെയൊക്കെ ആയിരിക്കും? ഇങ്ങനെയാ? ലാർജ് ആയിരിക്കും. ഒരു വലിയ വാർഡ് പോലെ നീളത്തിലുള്ള ഒരു സ്പേസ് ഉള്ള ഒരു റൂം ആയിരിക്കും അല്ലെ?
അവിടെ എന്താണ് ലാർജ് ഡോർസ് ഉണ്ടാവും അല്ലെ, വലിയ ഡോറല്ലേ ഉള്ളത്, ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ മറ്റേ മീൻസ് സ്ക്രീൻ പോലത്തെ ആണോ അല്ലെ. അപ്പോ എന്താ ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു റൂമായിരിക്കും, അതുപോലെ തന്നെ ഡോർസ് അല്ലെ, വലിയൊരു ഡോറായിരിക്കും, ദെൻ പവർ ബാക്കപ്പ് അല്ലെങ്കിൽ വെന്റിലേഷൻസും മറ്റും ഡോർസ് അലൗവിംഗ് പാസേജ് ഓഫ് ദ ബെഡ് സ്ട്രക്ചർ ഓർ വിത്ത് അറ്റൻഡൻസ്. അതായത് റൂമുകൾക്ക് വേണ്ടത്ര നല്ലൊരു വലിപ്പം ഉണ്ടാവും, അതുപോലെ തന്നെ വാതിലുകൾ വലിയ വാതിലുകളും ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ അവിടെ ബെഡ് അവൈലബിൾ ഉണ്ട്, സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. Then the labor room complex should have enough light, power backup, ventilation, drainage area, clean utility area, autoclaved supplies and common supplies such as towels, linens, etc. അതായത് ലേബർ റൂം കോംപ്ലക്സിൽ മതി ആവശ്യത്തിനുള്ള നല്ലൊരു വെളിച്ചം വേണം അല്ലെ, അത്യാവശ്യം നല്ല ട്യൂബ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പവർ ബാക്കപ്പ് മീൻസ് ഇതുപോലെ ലൈറ്റും മറ്റ് വേറെ എക്സ്ട്രാ ലൈറ്റുകളും അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ വെന്റിലേഷൻസ് ഉണ്ടാവും, ആവശ്യത്തിന് വേണ്ട എയർ പാസേജ് ലഭിക്കുന്ന വെന്റിലേഷൻസ് ഉണ്ടാകും. ദെൻ ഡ്രൈനേജ് ഏരിയ, എന്താ ഡ്രൈനേജ് ഏരിയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡ്രൈനേജ് കേട്ടിട്ടുണ്ടോ? ഡ്രൈനേജ് അറിയാവുന്നവരാണെങ്കിലും കമന്റ് ചെയ്യണേ. ഡ്രൈനേജ് കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യണേ. ഓക്കെ, എന്താണ് ഷിജിന? ഡ്രൈനേജ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വരുന്ന സഡൻ ആയിട്ട് വരുന്ന എന്തെങ്കിലും നല്ല കോംപ്ലക്സോ അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സ നൽകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ, സഡൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഏരിയ. ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, അതായത് എന്താണ് നമ്മുടെ അവിടെ ഒരു ടോയ്ലറ്റും അങ്ങനെയുള്ള ക്ലീനിങ്ങിന്റെ ആ ഒരു സെക്ഷൻ. ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്, എന്താ ഓട്ടോക്ലേവ്ഡ്? അതായത് ഉപകരണങ്ങളൊക്കെ ഇല്ലേ, സപ്ലൈസ് ശേഖരിക്കുന്ന നമ്മൾ വേണ്ടത്ര ഉപകരണങ്ങൾ. ദെൻ എന്താ കോമൺ സപ്ലൈസ്, മറ്റുപകരണങ്ങള്, അതുപോലെ ടവൽസുകൾ, കുറെ പിന്നെ ലിനൻ മീൻസ് ക്ലോത്തുകളൊക്കെ ഉണ്ടാവില്ല, ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്തുകളും മറ്റും കാര്യങ്ങളും, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുള്ള ക്ലോത്തുകളൊക്കെ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലേബർ റൂമിൽ വരുന്നത്. ദെൻ this area should be designed to block out sound, ensuring that patients can experience optimal comfort and relaxation. അല്ലെ, അതായത് അവരുടെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ശബ്ദം പോലും കയറാറില്ല, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററും അങ്ങനെയുള്ള ലേബർ റൂം ഒക്കെ അല്ലെ. അങ്ങനെയാണോ? പുറത്തുനിന്നുള്ള ഭയങ്കര ക്രൗഡൊക്കെ കേൾക്കാറുണ്ട് അതിനുള്ളിൽ. എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഏരിയ ഭയങ്കര സൗണ്ട് കുറവായിരിക്കും അല്ലെ, വളരെ പക്ക സൈലന്റ് ആയിരിക്കും അല്ലെ, വേറെ പുറത്തുനിന്നുള്ളൊരു ഡിസ്റ്റർബൻസോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊരു മീൻസ് സൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതിനുള്ള സജ്ജീകരണങ്ങളുള്ള റൂമായിരിക്കും, പുറത്തുനിന്ന് വേറെ സൗണ്ട് ഒന്നും ഉള്ളിലേക്ക് കിടക്കില്ല. അതുപോലെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു റൂമായിരിക്കും കേട്ടോ. Ensuring that patients can experience optimal comfort and relaxation. രോഗികൾക്ക് മികച്ച ഒരു എന്താ പറയാ ഒരു റിലാക്സേഷൻ സുഖം അനുഭവിക്കാൻ കഴിയും, അതുപോലെ അവർക്ക് ഒരു വിശ്രമം ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് അല്ലെ. നമുക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര സൗണ്ട് ഇതൊന്നും ഇല്ല, വളരെ എന്താ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ അവർക്കൊരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട്. Then facilities for examination, preparation and observation are also available. ഇനി അവിടെ എന്തൊക്കെയാണ്? തയ്യാറെടുപ്പ് അല്ലെ, എക്സാമിനേഷൻ മീൻസ് എക്സാം എഴുതാൻ പോണ കാര്യം ഇല്ലാട്ടോട് പറയുന്നത് മീൻസ് ഓരോ കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ ചെയ്യില്ലേ, വിലയിരുത്തില്ലേ. അതായത് ഇപ്പോ BP ഒന്ന് ചെക്ക് ചെയ്യും, അങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാര് അല്ലെ. പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ അല്ലെ, അതായത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്, അതുപോലെ ഒബ്സർവേഷൻ നമ്മൾ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു ഡെലിവറി റൂമിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡെലിവറി റൂമിലെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? വലിയ റൂമായിരിക്കും, ലാർജ് ഡോറുകൾ ഉണ്ടാവും, ദെൻ വെന്റിലേഷൻസ് ഉണ്ടാകും, അതുപോലെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ലൈറ്റുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഔട്ട്സൈഡിൽ നിന്നും ഒരു സൗണ്ട് പോലും അകത്തേക്ക് കിടക്കില്ല, പക്ക സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ എന്താ പറഞ്ഞത്, സപ്ലൈസ് അല്ലെ, എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഇത് സൈലന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് പേഷ്യൻസിന് കൂടുതൽ അവർക്കൊരു റിലാക്സേഷനും കംഫർട്ടബിളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യുകയാണ്, ദെൻ ഒബ്സർവേഷൻ ചെയ്യുകയാണ്. ഓക്കെ,
ക്ലിയർ ആയോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ലൊക്കേഷനും ഡിസൈനും വായിക്കണം കേട്ടോ. ലൊക്കേഷൻ വായിച്ചോളൂ, ഡിസൈൻ വായിക്കാം. ലൊക്കേഷനും വായിക്കാം, അതുപോലെ തന്നെ ഡിസൈനും. എല്ലാത്തിനും ഡെലിവറി റൂമിലെ സവിശേഷതകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ കഴിഞ്ഞോ? വായിച്ചു എല്ലാവരും ഡിസൈൻ കംപ്ലീറ്റ് ആയോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഞാൻ ചോദിക്കാം കേട്ടോ, ലാസ്റ്റ് പറയാം. നെക്സ്റ്റ് വൺ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരാൾക്ക് പറഞ്ഞ് കമന്റ് ചെയ്തിരുന്നു. ഓക്കെ, മിസ്റ്റേക്ക് മീൻസ് LDR എന്നാണ് കേട്ടോ. IDR ലേബർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് LDR ആക്കാം കേട്ടോ. എല്ലാണ് ഐ മാറ്റിക്കൊണ്ടു മുകളിലൊന്ന് LDR എഴുതിക്കോട്ടോ. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി LDR കേട്ടോ. ഇവിടെ IDR എന്നാണ് തന്നിരിക്കുന്നത്, മിസ്റ്റേക്ക് ഉണ്ട്. സോ LDR എന്നാക്കാം. അതായത് ലേബർ റൂമിൽ പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, LDR ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ഇനി LDR കോംപ്ലക്സ് ക്യാൻ ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. 3 സോണുകളായിട്ടാണ് നമ്മൾ ലേബർ റൂമിൽ തരംതിരിച്ചിരിക്കുന്നത്. 3 സോണുകൾ. ഏതൊക്കെയാണ് സോൺ നോക്കാം. ഓരോ സോണിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അൺസ്റ്റെറൈൽ സോൺ വെച്ചാൽ എന്താണ്? സ്റ്റെറൈൽ ചെയ്യാത്ത സോൺ. സ്റ്റെറൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ അൺസ്റ്റെറൈൽ എന്ന് വെച്ചാലോ, അൺസ്റ്റെറൈൽ മീൻസ് അണുവിമുക്തമാക്കാത്ത ഏരിയകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, കോമൺ ആയിട്ട് വെയിറ്റിംഗ് ഏരിയയും അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അല്ലെ. നമുക്ക് നോക്കാം കേട്ടോ. അൺസ്റ്റെറൈൽ സോൺ കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി നഴ്സുമാരിരിക്കുന്ന ഓരോ ഏരിയകളും. വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര അല്ലെ. വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുന്ന ഒരു കുറച്ചേറൊക്കെ ഇട്ടിട്ടുള്ള ഏരിയ ഉണ്ടാവില്ലേ, ആ ഒരു ഏരിയ. അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റി മീൻസ് എന്താണ്? ഒരു പബ്ലിക് മീൻസ് പബ്ലിക് ജനങ്ങൾ ബാക്കി ഇടപെടുന്ന ഏരിയകള്. ഓക്കെ, ഇതാണ് ഒരു അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, ദെൻ പബ്ലിക് യൂട്ടിലിറ്റി. പഠിക്കണം കേട്ടോ അത്. കാരണം ഓരോ സോണുകളിൽ വരുന്നത് ഏതൊക്കെ സെക്ഷൻ ആണെന്ന് ഒന്ന് പഠിച്ചിരിക്കാം. ഇതൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണേ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോകാം, പഠിക്കണ്ട. അപ്പൊ അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ്, ദെൻ പബ്ലിക്. ഓക്കെ, ദെൻ
പ്രൊട്ടക്റ്റീവ് സോൺ, അതായത് സംരക്ഷിത മേഖല എന്നൊക്കെ പറയും അല്ലെ. അതായത് കുറച്ചുകൂടി കെയർ കൂടുതൽ കൊടുക്കുന്ന ഏരിയകൾ നോക്കാം. ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര അല്ലെ. അതായത് എന്തൊക്കെയാണ്? മീൻസ് ചേഞ്ച് റൂം, അതായത് മാറ്റാനുള്ള ഒരു മുറി. മീൻസ് എന്താണ് പറയുന്നത്? ചേഞ്ച് ഡ്രസ്സും ചേഞ്ച് ഒക്കെ ചെയ്യുന്ന ആ ഒരു റൂം. പ്രീ ലേബർ റൂം, പ്രീ ലേബർ റൂം എന്ന് പറഞ്ഞാല് നമ്മള് ഈ മീൻസ് ലേബർ റൂം തന്നെ ഒരു പ്രീ ലേബർ റൂം, അതായത് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ തന്നെ ലേബർ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് അത്. ദെൻ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം അല്ലെ. മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡ്യൂട്ടി റൂം. അപ്പൊ ഇതാണ് സംരക്ഷിത മേഖല എന്ന് പറഞ്ഞാല് ചേഞ്ച് റൂം, പ്രീ ലേബർ, മെഡിസിൻ സ്റ്റോർ. നിങ്ങളിത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇത് തന്നെ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക, എക്സാമിൽ ചോദിക്കും. ദെൻ ഡെലിവറി സോണില്, ഡെലിവറി സോണിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡെലിവറി സോൺ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലീൻ സപ്ലൈ റൂം അല്ലെ. അതായത് ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള സപ്ലൈ റൂം. അതുപോലെ സ്ക്രബ് സ്റ്റേഷൻ. സ്ക്രബ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മള് മീൻസ് ഈ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്ന സിങ്ക്, മീൻസ് കഴുകുന്ന സിങ്കില്ലേ, നമ്മള് പാത്രം കഴുകുന്ന സിങ്കില്ലേ, അതുപോലുള്ള സിങ്കും അതുപോലുള്ള ഏരിയയിൽ ഉണ്ടാകും. അതിനാണ് സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സിങ്ക്. ഡെലിവറി റൂം, ഇതൊക്കെയാണ് ഡെലിവറി സോണിൽ വരുന്നത്. അപ്പൊ ഓരോ സോണിലും എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് പ്രത്യേകം പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോ എക്സാമിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം അല്ലെ. ഐഡന്റിഫൈ വിച്ച് സോൺ ഇൻ ലേബർ റൂം. LDR ഏത് സോൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം അല്ലെ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ദെൻ വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. അറിയാലോ, വലിയ കുഴപ്പമില്ല, പഠിക്കാം. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻസ് സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഡെലിവറി സോണിൽ വരുന്നത് എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ആ സോണുകൾ ഒന്ന് വായിച്ചു നോക്കാം. പെട്ടെന്ന് തന്നെ വായിക്കുന്നതിനൊപ്പം പഠിക്കണം കേട്ടോ. 3 സോണുകളും പെട്ടെന്ന് വായിച്ചു നോക്കാം. പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. വായിച്ചോ? ഓക്കെ, ഇത്രയും മതിയോ ഇന്നത്തെ ക്ലാസ്സില്? മതിയോ? കുറെ ഒരുപാട് എടുത്ത് പോകണ്ടല്ലോ. പഠിച്ചത്ര നമുക്ക് ഭംഗിയായിട്ട് അതിന് പഠിക്കണം. ഇത്രയും മതി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് ലേബർ റൂമിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി പറയാം. അപ്പോ ലേബർ റൂം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു? മീൻസ് പ്രസവ ചികിത്സയ്ക്കും മറ്റു കാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഈ പ്രസവ ചികിത്സ എന്ന് പറഞ്ഞാൽ കൂടുതലും മീൻസ് ചൈൽഡ് ബർത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ വരുന്ന വാർഡുകളാണ് നമ്മൾ പറയുന്നത്. റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഇനി നമ്മൾ പറഞ്ഞു ലേബർ റൂം ഈസ് ഓൾസോ നോൺ ആസ് ബർത്തിങ് യൂണിറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരുന്നുണ്ടല്ലോ. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യന്റെ ആവശ്യമുണ്ടോ?
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ തന്നാല് പഠിക്കാൻ കുറച്ചുകൂടി. ഓക്കെ, നമുക്ക് എപ്പോഴും അങ്ങനെ ഓരോ ചാപ്റ്ററിന് അങ്ങനെ ടൈം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം മാക്സിമം ഷോർട്ട് ആയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. മതിയോ? പിന്നെ മതിയോ? എടുത്തെടുത്ത് പോണതനുസരിച്ച് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചെറിയ പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ ഓക്കെ എങ്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോളൂ. പെട്ടെന്ന് എടുക്കണേ, 10 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കി അത്രയും ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എടുത്തോ എല്ലാവരും? നോട്ട്ബുക്ക് ഉണ്ട്, പേരും എടുത്തോളൂ. ദെൻ പേര് എഴുതിക്കോളൂ. ലേബർ ഒന്ന് ചാപ്റ്ററിന്റെ പേര് കൊടുക്കാം. നോട്ട് ചെയ്തിടാൻ മാത്രം ഉണ്ടോ? അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് കുറെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ട് ഒരു കാര്യമില്ല. നമ്മളത് പഠിക്കില്ല. മാക്സിമം ഷോർട്ട് ആയിട്ട് കാണുന്നതല്ലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ, എഴുതിയോ? ലേബർ ഒന്ന് പേര് എഴുതിയോ? ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഒരു സ്റ്റാർ മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ വണ്ണോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. ലേബർ റൂം എഴുതാം. ലേബർ റൂം. മാക്സിമം ഷോർട്ട് ആക്കി എഴുതാം. നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പഠിച്ചെടുക്കാൻ പറ്റണം. ഓക്കെ, ലേബർ റൂം എഴുതാം. ലേബർ റൂം ഓൾസോ നോൺ ആസ്, ഒരു ആരോ വരക്കാം കേട്ടോ. ഒരു ആരോ മാർക്ക് ഇടാം. ലേബർ റൂം ഓൾസോ നോൺ ആസ് എഴുതാം. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതാം. വർക്കിംഗ് യൂണിറ്റ് കേട്ടോ. വർക്കിംഗ് യൂണിറ്റ് സ്പെല്ലിംഗ് ഒക്കെ അതിനകത്തുണ്ട്. വർക്കിംഗ് യൂണിറ്റ് എന്ന് എഴുതാം. ഓക്കെ, ലേബർ റൂം ഓൾസോ നോൺ ആസ്, ഒരു ആരോ മാർക്ക് ഇടാം. എന്താ? വർക്കിംഗ് യൂണിറ്റ്. then അടുത്തത് എഴുതിക്കോളൂ. LDR എന്ന് എഴുതാം. ഒരു ആരോ മാർക്ക് ഇടാം. LDR ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതാം. ലേബർ ഡെലിവറി റിക്കവറി റൂം. ലേബർ ഡെലിവറി റിക്കവറി റൂം. LDR എന്ന് എഴുതാം. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ലേബർ ഡെലിവറി റിക്കവറി റൂം. LDR എന്താ? ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി എന്ന് എഴുതിയാൽ മതി കേട്ടോ. മീൻസ് റൂമിന് എന്താ? ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി എന്നാണ് കേട്ടോ അതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത്. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കേട്ടോ. അങ്ങനെ എഴുതണേ. ഒന്ന് മാറ്റി എഴുതിയേക്കണേ. കാരണം എക്സാമ്പിൾ ചിലപ്പോ ഓപ്ഷനിൽ അങ്ങനെ ആയിരിക്കാം ആൻസർ. പ്രോപ്പർ ആയിട്ട് പറയണമെങ്കിലേ ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇനി മോക്ക് ടെസ്റ്റ് വരുമ്പോ നിങ്ങൾ മാറിപ്പോയി എന്നൊന്നും പറയരുത്. പ്രത്യേകം പറയാണ് ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, then LDRP ഒന്ന് എഴുതിക്കോളൂ. LDRP ആരോ മാർക്ക് ചെയ്യാം. LDRP എഴുതിക്കൊണ്ട് ആരോ മാർക്ക് ഇടാം. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ട്. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ട് എന്ന് എഴുതാം. ഓക്കെ, then അടുത്തത് OT എന്ന് എഴുതാം കേട്ടോ. OT എഴുതിക്കൊണ്ട് ഒരു ഹൈഫൻ ഇടാം. OT എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഇനി നാളെ പോയിട്ട് OT പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട. OT ഓപ്പറേഷൻ തിയേറ്റർ. എഴുതിയോ?
ഓക്കെ. ദെൻ ഈ 3 സോണുകളും നിങ്ങളൊന്ന് എഴുതണം. അത് നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് അത്. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് ആരൊക്കെയാണ് അത് നമുക്കറിയാം അത്യാവശ്യം. വെയിറ്റിംഗ് ഏരിയ അങ്ങനെയുള്ള ഏരിയകള്. പ്രൊട്ടക്റ്റീവ് സോണിലാണ് ചേഞ്ചിങ് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങള്. ദെൻ ഡെലിവറി സോണിൽ പെയിൻ സപ്ലൈ, അത് 3 പഠിക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്താൽ മതി, ഇനിയിപ്പോ എഴുതിയെടുത്താൽ മതി കേട്ടോ, അത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ദെൻ അപ്പോ ലേബർ റൂം എന്താണെന്നൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ, ജസ്റ്റ് തുടക്കം മാത്രം നോക്കിയിട്ടുള്ളൂ. എങ്കിലും ഒന്നും അറിയാതിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ലേബർ റൂമിനെ കുറിച്ച് ലഭിച്ചോ? കിട്ടിയോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ എക്സ്ട്രാ ഒന്നും പറയണ്ട, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്ക് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. എങ്കിലും ഇപ്പൊ ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാകും, ബോയ്സിനായാലും ചില അറിയാൻ പറ്റും. എങ്കിലും ഒട്ടും അറിയാത്ത ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ഉള്ള ടൈമാണ് കേട്ടോ ഇപ്പൊ ഞാൻ. ഈ ബത്തിങ് എന്ന് പറഞ്ഞ മീനിങ് എന്തുവാ മാം? ഏതാ ബത്തിങ് മീനിങ്? ബർത്തിങ് മീൻസ് നമ്മൾ പറയുന്ന ഈ ഒരു ഡെലിവറിയുടെ മീൻസ് ജനനം എന്നൊക്കെ ഉള്ള ഒരു ബർത്ത് ഇല്ലേ, ആ ഒരു ഇതിന്റെ തന്നെ ബർത്തിങ് ഏരിയ എന്നുള്ളത് പറയുന്നത് കേട്ടോ. വേറെ എക്സ്ട്രാ മീനിങ് ഒന്നും അവിടെ പറയുന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും നമ്മൾ ലേബർ റൂം തന്നെയാണ് പറയുന്നത്. പക്ഷെ ബർത്തിങ് യൂണിറ്റ് കൂടി ഇത് പറയുന്നത് മാത്രം. ആ ജനനം എന്നുള്ള ബർത്തിങ്ങിന്റെ ആ ഒരു തന്നെയാണ് ബർത്തിങ് എന്നുള്ളതാക്കി പറയുന്നത്. ഓക്കെ, നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ബർത്തിങ് യൂണിറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലെ. പക്ഷെ അങ്ങനെയും പറയുന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും ലേബർ റൂം എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെയും കൂടി പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കണമല്ലോ. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. നമ്മൾ എല്ലായിടത്തും ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം എന്നൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. ഇതൊരു പുതിയ അറിവാണ്. കുഴപ്പമില്ലല്ലോ, അധികം ഞാൻ എടുക്കുന്നില്ല, ഇത്രയും ഭാഗം എടുക്കണുള്ളൂ. കാരണം പുതിയൊരു ഇതായത് കൊണ്ട് നമുക്ക് കുറച്ച് പയ്യെ പയ്യെ പോയാൽ മതി അല്ലേ, സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്രയും എടുത്ത് അത്രയും ക്ലിയർ ആയോ? വലിയ ഒന്നും അറിയാത്തൊരു അവസ്ഥ ഒന്നും ഇല്ലല്ലോ. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ ലേബർ റൂം എന്താണെന്ന്? ഇന്നിപ്പോ ഓരോ ക്ലാസ്സുകളിലൂടെ നമ്മൾ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. നമുക്ക് ജസ്റ്റ് തുടങ്ങിയുള്ളൂ, അത്യാവശ്യം ഒരു ഔട്ട്ലൈൻ ഒക്കെ കിട്ടിയാൽ മതി. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? വേറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. ലാസ്റ്റ് അവസാന നിമിഷത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നത് പോലെ എന്ത് ചെയ്യാം, ഓരോ ദിവസത്തെ മീൻസ് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ പറ്റുന്ന പോലെ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ Okay, ma'am. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. രമ്യ മാമിന്റെ പുതിയ ചാപ്റ്റർ എത്രാമത്തെയാണ്?